ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെണ്ടയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അതിവിടെ നമുക്ക് വാദ്യകലാ സംഘം ടീമുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ. അപ്പം അവർ പണ്ടൊക്കെ ഞങ്ങളും പഠിക്കാനൊക്കെ പോയതാണ്, കൊട്ടാനൊക്കെ. അപ്പോൾ അവർ ടീമായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പുറത്തൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസാണ് നടക്കുന്നത്. ചെണ്ട കൊണ്ടുവന്നിട്ടുള്ള പ്രാക്ടീസാണ് നടക്കുന്നത്. അതാണ് ചെണ്ടയുടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വീട്ടിലിരുന്നപ്പം ഇതിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്നലെ ഞങ്ങളുടെ ആ തെങ്ങില്ലേ, ആ തെങ്ങ് കാണിച്ചത് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു വിളഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കരിക്കടർത്തി. അപ്പോൾ ഞാനിത് കൊത്താൻ തുടങ്ങിയപ്പോൾ ആലോചിച്ചതുണ്ടാവും, ഒരു വട്ടം ഞാനിങ്ങനെ വെട്ടി കരിക്കിന് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാലോചിച്ചു ഒന്ന് വീഡിയോ എടുത്താൽ പിന്നെ എന്താ, നമ്മൾ ഇതൊക്കെ പണ്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ നമുക്ക് ചെയ്തു തന്നാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടിയിട്ടേ, അപ്പം ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ആവത്തില്ല, സ്പീഡിലാവത്തില്ല ഉണ്ടോ. അങ്ങനെ അതൊക്കെ ഒറ്റ വെട്ടുന്നത് തന്നെ നമ്മൾ എടുക്കണം. അതൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ കരിക്കടർത്തിയിട്ട് ഈ കത്തിക്കാണ് മൂർച്ചയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. ഈ കരിക്കടർത്തുന്ന കൂട്ടത്തിൽ അത് കണ്ട് ഞങ്ങളൊരു കലാപരിപാടിയൊക്കെ ചെയ്യും. അറിയാം, നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്നവർക്കറിയാം. കണ്ടോ, നമ്മൾ ഇതുപോലെ ആക്കിയെടുത്ത് വെട്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇത് കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വരാത്തത്. അതുപോലെ ഞങ്ങൾ എടുത്തിട്ട് കണ്ടോ, ഇത് പക്ഷെ നല്ല കുഞ്ഞു കാമ്പല്ല, കുറച്ച് തേങ്ങ ആയത് കൂട്ടാണ്. തേങ്ങ ആയിട്ടില്ല. ഈ വെള്ളം ഗ്ലാസ്സിലെടുത്തിട്ട് പുറത്തു പോകുന്നുണ്ടല്ലേ, കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ, ഗ്ലാസ്സിൽ കാണിക്കാൻ വേണ്ടിയാണ്. അത് ഇളം ഇത് കരിക്കല്ല കേട്ടോ, കുറച്ചൊന്നും ഇതായതാണ് കേട്ടോ, കുറച്ചൊന്ന് മൂപ്പ് വന്നു, ചെറുതായിട്ട് മൂപ്പ് വന്നു. അതുകൊണ്ട് അല്ല, നമ്മൾ ഈ കുഞ്ഞ് കരിക്കില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ കാമ്പാണ് നമ്മൾ വെട്ടിയിട്ട് തിന്നേണ്ടത്. അപ്പം ഞാനിതൊന്ന് നടുക്കനൊന്ന് പൊളന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടോ, ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെട്ടിയിട്ട്. അപ്പം നമ്മൾ വേണ്ടേ ഇന്ന് ശരിക്കും ഇതിൻ്റെ കാമ്പാണ് വേണ്ടത്. പക്ഷേ ഇതുകൊണ്ട് നമുക്കിത് കിട്ടത്തില്ല. ശരിക്കും നമ്മുടെ ഇതിൻ്റെ തൊണ്ട് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു സ്പൂണാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കാമ്പില്ലേ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തിന്നും. ഇപ്പോൾ ഒത്തിരിയായി ഇങ്ങനെ കരിക്ക് കൊത്തി കുടിച്ചിട്ടേ. കാമ്പാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇളം മധുരവും ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ പണ്ട് നമ്മുടെ അച്ഛനൊക്കെ തേങ്ങയൊക്കെ ഇങ്ങനെ പറിച്ചിരുന്ന സമയത്ത് തേങ്ങ വരയ്ക്കുന്നതായിരുന്നു ആദ്യത്തെ പണി കേട്ടോ. ആ സമയത്ത് ഇതുപോലെ കരിക്കടർത്തിയിട്ടും ഞങ്ങൾ ഇതുപോലെ കൊത്തിയിട്ട് ഞങ്ങൾക്ക് തേങ്ങാ വെള്ളം, കരിക്കും വെള്ളം, സോറി പറഞ്ഞപ്പോൾ തെറ്റിപ്പോയാണ്, കരിക്കും വെള്ളം ഇതുപോലെ വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരണേ ഇങ്ങോട്ട് തിന്നുമ്പോൾ. നമുക്ക് ഇപ്പോൾ തിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ കൊത്തിയതിൻ്റെ ഇടയ്ക്കൊന്ന് ആലോചിച്ചാണ് ഒരു വീഡിയോ കൂടെ എടുത്തുകയാണ് നിങ്ങൾക്ക് കൂടെ കാണിക്കാമെന്നേ. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.